രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. രാമന്റെ ക്ലേശകരമായ ജീവിതത്തെ അല്ലയോ കൈകേയി, നിനക്ക് എങ്ങനെ സന്തോഷത്തോടുകൂടി മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നു? നിനക്കതെങ്ങനെ സുഖപ്രദമായി തോന്നുന്നു? രാമൻ ക്ലേശിക്കുമ്പോ നിന്റെ മനസ്സിൽ സന്തോഷമോ? രാമനെ കാട്ടിലിട്ട് ക്ലേശിപ്പിക്കാൻ നീ എങ്ങനെ ഇങ്ങനെ ക്രൂരമായിട്ട് പെരുമാറുന്നു? നിനക്കത് എങ്ങനെ സന്തോഷത്തെ പകരുന്നു? ദശരഥൻ കൈകേയിയോട് ചോദിക്കാണ്. രാമോഹി ഭരതാദ്ഭൂയ തവ ശുശ്രൂഷതേ സദാ. ഭരതനെക്കാളും നിന്റെ വാക്കുകൾ കേൾക്കാനും നിന്റെ വാക്കുകൾ അനുസരിക്കാനും നിന്റെ കൽപ്പനകളെല്ലാം നടപ്പിലാക്കാനും രാമൻ ഇത്രയും കാലം മുന്നിട്ട് നിന്നിരുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ വിശേഷം ത്വയി തസ്മാത്തു ഭരതസ്യന ലക്ഷയേ. അതുകൊണ്ട് ഭരതനെക്കാളും ഒരു വ്യത്യാസം നിനക്ക് യഥാർത്ഥത്തില് രാമനിൽ കാണുന്നില്ല. നിനക്ക് രാമനെയും ഭരതനെയും തുല്യമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. രണ്ടുപേരും തമ്മിലൊരു ഭേദചിന്ത നിന്റെ മനസ്സിൽ ഉണ്ടാകാൻ ഒരിക്കലും പാടില്ലാത്തതാണ്. കോമളപ്രകൃതിയായ രാമൻ എങ്ങനെ കാനനത്തിൽ പാർക്കും എന്നതോർത്ത് ദശരഥൻ വീണ്ടും വീണ്ടും കൈകേയിയോട് യാചിക്കുകയാണ്. അല്ലയോ കൈകേയി, രാമൻ അങ്ങേയറ്റം ധാർമ്മികനാണ്. ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളോടും അങ്ങേയറ്റം സ്നേഹത്തോടു കൂടിയിട്ട് ആദരവോടുകൂടിയിട്ട് പെരുമാറുന്നവനാണ്. സാന്ത്വയൻ സർവഭൂതാനി രാമ ശുദ്ധേന ചേതസ. ഈ ലോകത്തിൽ എല്ലാവരോടും രാമൻ സാന്ത്വപൂർവമായി മാത്രമേ പെരുമാറുകയുള്ളൂ. എല്ലാവരോടും മധുരമായിട്ട് മാത്രമേ രാമൻ സംസാരിക്കുകയുള്ളൂ. ആർക്കും ഒരു വിഷമം വരുന്ന പ്രകാരത്തിൽ രാമൻ പെരുമാറുകയില്ല. നമ്മുടെ ഈ കൊട്ടാരത്തിൽ തന്നെ എത്രമാത്രം ആളുകളുണ്ട്. പുരുഷന്മാരും സ്ത്രീകളും ഒക്കെയായിട്ട്, ബന്ധുജനങ്ങളും ഉദ്യോഗസ്ഥന്മാരും സേവകന്മാരും ഒക്കെയായിട്ട്, അവരിൽ ആരും തന്നെ ബഹൂനാം സ്ത്രീ സഹസ്രാണാം ബഹൂനാം ച ഉപജീവിനാം. ആയിരക്കണക്കിന് സ്ത്രീകൾ ഈ കൊട്ടാരത്തിൽ വസിക്കുന്നവര്, സേവകരായിട്ടുള്ളവര്, അതേപോലെ ഇവരാരും തന്നെ രാമനെ കുറിച്ച് വിപരീതമായൊരു അഭിപ്രായവും വിപരീതമായിട്ട് ഒരു ആക്ഷേപവും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. എത്രയോ കാലമായിട്ട് രാമൻ അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്നു, അവരെ സംരക്ഷിക്കുന്നു, അവരോട് ഇടപഴകുന്നു. പക്ഷെ ആരും തന്നെ രാമനെ കുറിച്ച് പരിവാദോപി അപവാദോവ, ഒരു പ്രകാരത്തിലും ഒരു പരാതിയുമോ അപവാദമോ ഒരു കുറ്റമോ രാമനെ കുറിച്ച് അവരാരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ലോകത്തിൽ ആർക്കും കാണാൻ കഴിയാത്തതായ കുറ്റം അല്ലയോ കൈകേയി, നീ എങ്ങനെ രാമനിൽ കാണുന്നു? ശുദ്ധമായ മനസ്സാണ് രാമന്റേത്. എല്ലാവരോടും ആ പ്രകാരത്തിലാണ് ശ്രീരാമചന്ദ്രൻ പെരുമാറുക. ഗൃഹാതി മനുജവ്യാഘ്ര പ്രിയ ഉഷയവാസിന. ശ്രീരാമചന്ദ്രൻ നമ്മുടെ നാട്ടിൽ വസിക്കുന്ന എല്ലാവരോടും അങ്ങേയറ്റം പ്രിയങ്കരമായിട്ട് മാത്രമേ പെരുമാറുകയുള്ളൂ. എല്ലാ കാര്യങ്ങളിലും ലോകത്തിന്റെ നന്മയ്ക്ക് ഉതകുന്നതെന്തോ അത് മാത്രമേ രാമൻ ചിന്തിക്കുകയുള്ളൂ, രാമൻ പ്രവർത്തിക്കുകയുള്ളൂ. അതാണ് രാമന്റെ സ്വഭാവ ഗുണം. എല്ലാവരും രാമനെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്.
സത്യേന ലോകാഞ്ജയതി. ശ്രീരാമചന്ദ്രൻ സത്യം കൊണ്ട് ലോകത്തെ ജയിക്കുന്നു, ആയുധം കൊണ്ടല്ല. അതേപോലെ തന്നെ കപടതന്ത്രങ്ങൾ കൊണ്ടുമല്ല. സത്യപരാക്രമിയാണ് രാമൻ. ലോകത്തെ മുഴുവൻ ജയിക്കുന്നവനാണ് രാമൻ. എങ്ങനെ? സത്യേന ലോകാഞ്ജയതി. സത്യത്താൽ ലോകങ്ങളെ ജയിക്കുന്നു, ലോകത്തിലുള്ള എല്ലാ ജനങ്ങളെയും ജയിക്കുന്നു. അവരുടെ എല്ലാം മനസ്സിനെ സ്നേഹപൂർവകമായിട്ട് തന്നിലേക്ക് ആകർഷിക്കുന്നു. എല്ലാവരുടെ മനസ്സും രാമനിൽ ഒന്നായി നിൽക്കുന്നു. എല്ലാം സത്യത്തിന്റെ ബലത്തിൽ മാത്രം എന്നറിയുക. ദ്വിജാൻ ദാനേന രാഘവ. ജ്ഞാനികളായിട്ടുള്ള ആളുകൾ, ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ ശ്രേഷ്ഠന്മാരായിട്ട് ഈ സമൂഹത്തിലുള്ള ആളുകൾ, അവരെയെല്ലാം അവർക്ക് വേണ്ടുന്നതെല്ലാം അറിഞ്ഞ് ദാനം ചെയ്തുകൊണ്ട് രാമൻ ജയിക്കുന്നു. അവരുടെ എല്ലാം ആദരവിനെ രാമനിൽ എത്തിക്കുന്നു. എങ്ങനെ? ദാനത്തിലൂടി. അതേപോലെ ഗുരുവും ശുശ്രൂഷയാ വീരോ. വീരനായ രാമൻ ഗുരുക്കന്മാരെ എല്ലാം തന്നിലേക്ക് അടുപ്പിക്കുന്നു. അവരുടെ അനുഗ്രഹങ്ങളെല്ലാം തന്നിലേക്ക് ആകർഷിക്കുന്നു. എങ്ങനെ? വിനയം കൊണ്ട്, ശുശ്രൂഷ കൊണ്ട്. ഗുരുക്കന്മാരെന്താണോ നിർദ്ദേശിക്കുന്നത് അതെല്ലാം വളരെ ആദരവോട് കൂടിയിട്ട്, വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട് രാമൻ നിർവഹിക്കുന്നു. അങ്ങനെ ഗുരുക്കന്മാരെല്ലാവരും രാമനിൽ സംപ്രീതരാണ്. ദ്വിജാൻ ദാനേന രാഘവ. ധനുഷ യുധിശാസ്ത്രവാൻ. യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ധനുഷ യുധിശാസ്ത്രവാൻ. ശാസ്ത്രവാൻ ശത്രുക്കളെ യുധി പടയിൽ വെച്ച്, പടക്കളത്തിൽ വെച്ച്, യുദ്ധത്തിൽ വെച്ച് ധനുസ്സുകൊണ്ട് ജയിക്കുന്നു. രാമന് അതും ആ മാർഗവും വേണ്ടി വന്നു കഴിഞ്ഞാൽ നിർവഹിക്കാൻ വേണ്ടുന്ന ശേഷിയുണ്ട്. ധനുഷ യുധിശാസ്ത്രവാൻ. ശത്രുക്കളെ മുഴുവൻ ആയുധം കൊണ്ട്, വില്ലുകൊണ്ട് ജയിക്കുന്നു. സത്യം, ദാനം, തപസ്ത്യാഗോ, മിത്രത, ശൗചമാർജവം. ഇതൊക്കെ രാമന്റെ ഗുണഗണങ്ങളാണ്. സത്യം, അതേപോലെ തന്നെ ദാനം, തപസ്, ത്യാഗം, മിത്രത, ശൗചം, മനസ്സിന്റെ ശുദ്ധി, അന്തരംഗത്തിന്റെ ശുദ്ധി, ഇന്ദ്രിയങ്ങളുടെ ശുദ്ധി, ആർജവം. എന്താ? അവക്രമായിട്ടുള്ള ഋജുവായ മനസ്സിന്റെ ഗതി, ഋജുവായിട്ടുള്ളതായ ചിന്തയും പ്രവൃത്തികളും. ഇതൊക്കെ രാമന്റെ പ്രത്യേകതകളാണ്. വിദ്യാജ ഗുരുശുശ്രൂഷ. അറിവ്, പഠനം, അതും രാമന്റെ പ്രത്യേകതയാണ്. ഗുരുശുശ്രൂഷയും രാമന്റെ സവിശേഷതയാണ്. ധ്രുവാണി ഏതാനി രാഘവേ. ഇതെല്ലാം രാമനിൽ ഉറപ്പായി നിറഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെ സർവഗുണസമ്പന്നനാണ് രാമൻ. അങ്ങനെയുള്ള രാമനെ കാനനത്തിലേക്ക് അയക്കുക എന്ന് പറയുന്ന ഈ ലോകത്തിൽ നാളിതുവരെ നടന്നിട്ടില്ലാത്തതായ ക്രൂരകർമ്മമാണ്. തസ്മിൻ ആർജവസമ്പന്നേ ദേവി ദേവോപമേ കഥം. ദേവന് തുല്യനായ രാമൻ. ദേവന്മാരുടെ സർവഗുണങ്ങളും മഹാവിഷ്ണുവിന്റെ സർവഗുണങ്ങളും തികഞ്ഞനായ രാമൻ. അങ്ങേറ്റം ശുദ്ധ ഹൃദയനായ രാമൻ. എല്ലാവരോടും തെളിവുറ്റ മനസ്സോടുകൂടിയിട്ട് പെരുമാറുന്ന രാമൻ. അങ്ങനെയുള്ള രാമനെ അല്ലയോ ദേവി കൈകേയി, എങ്ങനെയാണ് നീ ഇങ്ങനെയുള്ളൊരു ക്രൂരകർമ്മത്തിലേക്ക് തള്ളിവിടാൻ ആഗ്രഹിക്കുന്നത്? ഈ രാമൻ മഹർഷിമാർക്ക് തുല്യമായ തേജസ്സോടു കൂടിയവനാണ് എന്നല്ലയോ കൈകേയി നിനക്ക് അറിയുന്നതാണല്ലോ. രാമന്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ചു. രാമനെ കാനനത്തിലേക്ക് പറഞ്ഞു വിടുന്നത് ഒട്ടും യുക്തമല്ല എന്ന് ബോധ്യപ്പെടുത്തി. പക്ഷേ കൈകേയിക്ക് അതൊന്നും മനസ്സിനുള്ളിലേക്ക് ചെല്ലുന്നില്ല. രാമൻ കാട്ടിലേക്ക് പോകണം, ഭരതൻ രാജാവാകണം. ആ ഒരു ചിന്തയില് മാറ്റമില്ലാതെ കൈകേയി നിലനിൽക്കുകയാണ്. അപ്പൊ തന്റെ വാർദ്ധക്യം കൂടി ദശരഥ മഹാരാജാവ് കൈകേയെ ഓർമ്മിപ്പിക്കുന്നു. മമ വൃദ്ധസ്യ കൈകേയി ഗതാന്തസ്യ തപസ്വിനഃ ദീനം ലാലപ്യമാനസ്യ കാരുണ്യം കർത്തുമർഹസി. അല്ലയോ കൈകേയി, നീ എന്നോട് കാരുണ്യം കാണിക്കണം.
ഞാന് പഴയതുപോലെ യൗവനത്തിൽ നിലനിൽക്കുന്നയാളല്ല. രാമനെ യുവരാജാവാക്കാമെന്ന് വിചാരിച്ചത് തന്നെ എനിക്ക് ഈ രാജ്യത്തെ പരിപാലിക്കാൻ ശേഷി ഇപ്പോൾ കുറഞ്ഞു തുടങ്ങിയത് കൊണ്ടാണ്. ഞാൻ വൃദ്ധനാണ്. മമ വൃദ്ധസ്യ, വൃദ്ധനായിരിക്കുന്ന എന്റെ അവസ്ഥ. അല്ലയോ കൈകേയി, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ജീവിതത്തിന്റെ അവസാനത്തോട് അടുത്തിരിക്കുന്നു. ഗതാന്തസ്യ, മരണത്തോട് അടുത്തിരിക്കുന്നു. ദശരഥന്റെ അവസ്ഥ ദശരഥൻ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അങ്ങേയറ്റം വേദനിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ രാജ്യത്തെ രക്ഷിക്കുവാൻ കരുത്തുറ്റവരുടെ കരങ്ങളിൽ തനിക്ക് ഈ രാജ്യത്തിന്റെ ഭാരത്തെ അർപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആകെ വേദനിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് തിടുക്കം കൂട്ടിയിട്ട് ഈ അഭിഷേകത്തിന്റെ തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയത്. ഇപ്പോഴിതാ അതിനേക്കാൾ വലുതായ വേദനയിൽ പെട്ടുപോയിരിക്കുന്നു. അങ്ങേയറ്റം ദീനനാണ് ഞാൻ. ഈ ദൈന്യത കൊണ്ട് സകല ശക്തിയും നഷ്ടപ്പെട്ടിട്ട് ആകെ ഞാൻ വേപഥക്കൊള്ളുന്നു. അങ്ങനെയുള്ള എന്നെ, ഈ സാഹചര്യം താങ്ങാൻ ശേഷിയില്ലാത്തതായ എന്നെ നീ രക്ഷിക്കണം. എന്നോട് കാരുണ്യം കർത്തുമർഹസി, നീ കാരുണ്യം കാണിക്കണം. എനിക്ക് വേണ്ടിയിട്ടെങ്കിലും, ഈ വൃദ്ധനായ ദശരഥന് വേണ്ടിയിട്ടെങ്കിലും. അല്ലയോ കൈകേയി, നിന്റെ ഈ നിർബന്ധത്തെ നീ വെടിയണം. ഇതിനു വേണ്ടിയിട്ട് നിനക്ക് എന്ത് ചോദിച്ചാലും ഞാൻ തരാം. യൗവരാജ്യവധം മാത്രം ചോദിക്കരുത്. രാമൻ കാനനത്തിലേക്ക് പോകണം എന്ന് മാത്രം നിർബന്ധം പിടിക്കരുത്. പകരമായിട്ട് മറ്റെന്ത് സമ്പത്ത് വേണമെങ്കിലും തരാൻ എനിക്ക് സാധ്യമാണ്. പൃഥിവ്യാം സാഗരാന്തായാം യത് കിഞ്ചിത് അധിഗമ്യതേ തത്സർവം തവ ദാസ്യാമി മാജത്വം മന്യുമാവിശ.